2025 ഒരുപാട് എക്സാംസിന്റെ ഷെഡ്യൂൾ ഓൾറെഡി വന്നിട്ടുണ്ട്. ആ ഷെഡ്യൂൾ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയ ചില പ്രശ്നങ്ങൾ, എസ്പെഷ്യലി നമ്മുടെ +2 സ്റ്റുഡൻസ് അനുഭവിക്കാൻ സാധ്യതയുള്ള 12th സ്റ്റുഡൻസ് അനുഭവിക്കാൻ സാധ്യതയുള്ള ചില പ്രശ്നങ്ങളും അതിന് ഞാൻ കാണുന്ന ചില പരിഹാരങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എസ്പെഷ്യലി ഞാൻ ഇതിൽ എന്തെല്ലാം എക്സാംസ് ആണ് ഒരു +2കാരനെ സംബന്ധിച്ചിടത്തോളം വരുന്നത് എന്നുള്ളതും, എന്ന് മാത്രമല്ല സ്റ്റേറ്റ് CBSE ഇതിൽ എന്തെല്ലാം ഡിഫറൻസ് ആണ് ഉള്ളത്, ഇവിടെ സ്റ്റേറ്റിലെ കുട്ടികൾ പിന്തള്ളപ്പെട്ടു പോകാൻ ഈ എക്സാം ഷെഡ്യൂൾ കൂടി ഒരു കാരണമാവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതിന്റെ ഡാറ്റ ഞാൻ തീർച്ചയായിട്ടും ഞാൻ പ്രസന്റ് ചെയ്യും. അപ്പൊ നമ്മളൊരു +2 സ്റ്റുഡന്റ് അല്ലെങ്കിൽ 12th സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത് അവൻ എഴുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ എന്നുള്ളത് അവന്റെ ബോർഡ് എക്സാം മാത്രമല്ല. ഒരു 12th കാരത് കഴിഞ്ഞ് നേരെ കോളേജിലോട്ട് പോകാനിരിക്കുകയാണ്. അപ്പോൾ അതിന് ഫോർ എക്സാമ്പിൾ അവന് IIT-ലോ NIT-ലോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് പോകണമെന്നുണ്ടെങ്കിൽ കീം പോലത്തുള്ള, അതേപോലെ തന്നെ JEE പോലത്തുള്ള പരീക്ഷ എഴുതണം. ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ നീറ്റ് എക്സാം എഴുതണം. ഇതല്ലാതെ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് കൂടി +2ന്റെ കൂടെ തന്നെ അവർ എഴുതേണ്ടതുണ്ട്. ജനറലി ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനുള്ള സിലബസ് എന്നുള്ളത് മോറോർലെസ് അവരുടെ +2 അല്ലെങ്കിൽ ബോർഡ് എക്സാമിന് സിമിലർ ആയിട്ടുള്ള, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 90% സിമിലർ ആയിട്ടുള്ള ഒരു സിലബസ് ആണ് അവർക്ക് ഉള്ളത്. പക്ഷെ എക്സാമിന്റെ പാറ്റേണും അത് എഴുതേണ്ട രീതിയും അതിന് പ്രിപ്പയർ ചെയ്യേണ്ട രീതിയും ഒക്കെ ഡിഫറെന്റ് ആണ്. നമുക്ക് ആദ്യം കേരളത്തിലെ ബോർഡ് എക്സാം, +2 ബോർഡ് എക്സാമിന്റെ ടൈം ടേബിൾ നമുക്കൊന്ന് നോക്കാം. മാർച്ച് 3-ാം തീയതിയാണ് ബോർഡ് എക്സാം തുടങ്ങുന്നത്. ഇംഗ്ലീഷ് വെച്ചാണ് തുടങ്ങുന്നത്. വെനസ്ഡേ ഫിസിക്സ് ഉണ്ട്, അതേപോലെ തന്നെ ഫ്രൈഡേ ബയോളജി ഉണ്ട്, മൺഡേ കെമിസ്ട്രി ഉണ്ട്, 10th, പിന്നെ 17th. നിങ്ങൾ നോക്കൂ, 5th കഴിഞ്ഞാൽ പിന്നെ 7th കഴിഞ്ഞാൽ 10th കഴിഞ്ഞാൽ പിന്നെ 17. അടുത്ത മൺഡേ ആണ് എക്സാം ഉള്ളത്. മാത്സ് എക്സാം ഉള്ളത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടെങ്കിൽ അതുണ്ട്, അല്ലെങ്കിൽ പാർട്ട് 2 ലാംഗ്വേജസ് ഉണ്ട്. പിന്നെ അവരുടെ എക്സാം ആക്ച്വലി ഇനി 25-ാം തീയതിയാണ് മോസ്റ്റ്ലി അവരുടെ എക്സാം തീരുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനറലി മറ്റ് കോമ്പിനേഷൻസ് ഉള്ളവർക്ക് ഡിഫറെന്റ് ഉണ്ട്. അതായത് 3-ാം തീയതി തുടങ്ങി 25-ാം തീയതി വരെ 6 എക്സാംസ് എന്ത് ചെയ്യേണ്ടതുണ്ട്, അവര് എഴുതേണ്ടതുണ്ട്. ഓക്കെ, ഇനി +2 CBSEയുടെ എക്സാം ഷെഡ്യൂൾ നമ്മൾ നോക്കുമ്പോൾ 21-ാം തീയതി ഫെബ്രുവരി 21 അവർക്ക് എക്സാം തുടങ്ങും ഫിസിക്സ്. പിന്നെ 27 ഒരു 6 days കഴിഞ്ഞിട്ടാണ് കെമിസ്ട്രി ഉള്ളത്. മാത്സ് ഒരു 8 days കഴിഞ്ഞിട്ടാണ് ഉള്ളത്. പിന്നെ ബയോളജി, അതിനിടയിൽ ഇംഗ്ലീഷ് 11th വരുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഒരു ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കോമ്പിനേഷൻ ഉള്ള ആൾക്ക് ആക്ച്വലി 8-ാം തീയതി പരീക്ഷ തീരും. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ്, ബയോ, കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ 29th വരെ പോകുന്നുണ്ട്. ബയോളജി ആണെങ്കിൽ 25th ഉള്ളത്. അപ്പോൾ ഏകദേശം വീണ്ടും ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു എക്സാം ഷെഡ്യൂൾ ആണുള്ളത്. CBSEക്ക് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു എഞ്ചിനീയറിംഗിനൊക്കെ പോകുന്ന സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മാത്സ് പരീക്ഷ 8th തീരും. പിന്നെ ബയോളജി പക്ഷേ 25-ാം തീയതി വരെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പരീക്ഷ തീരും. പിന്നെ ഉള്ളത് ഇംഗ്ലീഷ് ആണ്. അത് പിന്നെ ദാറ്റ് ഷുഡ് നോട്ട് ബി മച്ച് ഓഫ് എ കൺസേൺ. കമ്പ്യൂട്ടർ സയൻസ് ഒന്നും വലിയ കൺസേൺ പൊതുവെ ആവാറില്ല. ഇവിടെ യഥാർത്ഥ പ്രശ്നം വരുന്നത് മൊത്തം എക്സാംസിന്റെ ഷെഡ്യൂൾ എടുക്കുമ്പോഴാണ്. നിങ്ങൾ നോക്കൂ, JEE മെയിൻ സെഷൻ 1 നടക്കുന്നത് ജനുവരി 22 മുതൽ 31 വരെയാണ്. JEE മെയിൻ 2 സെഷൻ ഉണ്ട്, പല ആളുകൾക്കും അറിയില്ല. ഇപ്പൊ +2കാർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവര് +2 ബോർഡ് എക്സാം എഴുതുന്നതിന് മുമ്പ് JEE മെയിൻ സെഷൻ 1 എഴുതും. 22 മുതൽ 31 വരെ ഏതെങ്കിലും ഒരു സമയത്താണ് അവർക്കൊരു സ്ലോട്ട് ഉള്ളത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 2 മാസം മാത്രമാണ് ഈ ഒരു പരീക്ഷകൾ. 2 മാസം തന്നെ ഇല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. അതിനിടയിൽ ഇനി +2 പ്രാക്ടിക്കൽ എക്സാം വരും. +2 പ്രാക്ടിക്കൽ എക്സാം വരും ഫെബ്രുവരി 1st വീക്കിലാണ്. അത് കഴിഞ്ഞ് +2 മോഡൽ എക്സാം വരും. +2 മോഡൽ എക്സാം ഫെബ്രുവരി 15 to 21 മോഡൽ എക്സാം ഉണ്ട്. പിന്നെ +2 ബോർഡ് എക്സാം വരും. ബോർഡ് എക്സാം ഈ പറഞ്ഞ പോലെ CBSE മറ്റൊക്കെ ആയിട്ട് ഫെബ്രുവരി 15 മുതൽ മാർച്ച് 29 വരെ ഒരു 1 month നീണ്ടു നിൽക്കുന്ന ഒരു എക്സാം മഹോത്സവമായിട്ടാണ് ഉള്ളത്. JEE മെയിൻ സെഷൻ 2, ഇനി ഇത് മിസ്സാവുന്നവർക്ക് നെക്സ്റ്റ് ഹോപ്പ് എന്താ, JEE മെയിൻ സെഷൻ 2 ആണ്. ഏപ്രിൽ 1-ാം തീയതി, അതായത് മാർച്ച് 25 ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബയോളജി, അല്ലെങ്കിൽ മാർച്ച് 29 എന്താണ് തീരുന്നത്, മാർച്ച് 25-നൊക്കെയാണ്, 26-നാണ് അവർക്ക് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ വരുന്നത്. എന്തായാലും മാർച്ച് ഇവിടെ ഏപ്രിൽ 1 തന്നെ അവർക്ക് JEE മെയിൻ സെഷൻ 2 എഴുതണം. കീം എക്സാം വരുന്നത് ഏപ്രിൽ 8 വരെ. കീം എക്സാം വരുന്നത് ഏപ്രിൽ 24 to 28 ആണ്. നീറ്റ് സ്വാഭാവിക മെയ് 1st വീക്ക് ആണ് നോർമലി ഉണ്ടാവാറുള്ളത്. എക്സാം ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. എന്തായാലും ഇതാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ
എന്താ പറയാ ഒരു ജനുവരി മുതൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഷെഡ്യൂൾ ആണുള്ളത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ജെഇ മെയിൻ സെഷൻ 1 ഒരു 3 മണിക്കൂർ എക്സാം ആണ്, ജെഇ മെയിൻ സെഷൻ 2 ഒരു 3 മണിക്കൂർ എക്സാം ആണ്, കീം ഒരു 3 hours എക്സാം ആണ്, നീറ്റ് ഒരു 3 hours എക്സാം ആണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ വരുന്ന പ്രാക്ടിക്കൽ എക്സാം, മോഡൽ എക്സാം, ബോർഡ് എക്സാം ഇതെല്ലാം കൂടി ഒരു 2 മാസമാണ് ആക്ച്വലി നീണ്ടു നിൽക്കുന്നത്. നമ്മൾ ആക്ച്വലി ആലോചിക്കേണ്ടത് ഇത് ഇങ്ങനെ കുട്ടികൾക്ക് ടൈറ്റ് ആക്കുമ്പോൾ അവർക്ക് ഒന്ന് അക്കാഡമിക്സിനുള്ള വലിയൊരു സമയമാണ് നഷ്ടപ്പെടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ജെഇ മെയിൻ സെഷൻ 1 അവർ എഴുതണമെന്നുണ്ടെങ്കിൽ +2 പോർഷൻസ് അവർ ജനുവരിയുടെ മുമ്പ് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആക്കണം, റൈറ്റ്? അപ്പോൾ അതിനിടയിൽ ഇനി ബോർഡ് എക്സാം മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ അക്കാഡമിക്സിനുള്ള ഒരു സമയം, അവർക്ക് ഇനി നന്നായി പഠിക്കാനുള്ള ഒരു സമയം നഷ്ടപ്പെടണം. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഒരേ സിലബസ് ആണ് പഠിക്കാനുണ്ടെങ്കിൽ പോലും സ്റ്റൈൽ ഡിഫറെന്റ് ആണ്. ഒരു ബോർഡ് എക്സാമിന് പഠിക്കുന്ന പോലെ അല്ല അവര് ഒരു എൻട്രൻസ് എക്സാമിന് പഠിക്കേണ്ടത്. ഇപ്പൊ ഒരു ജെഇ നീറ്റ് ആസ്പിറന്റ് ആയ അല്ലെങ്കിൽ കീം ആസ്പിറന്റ് ആയ ആളെ സംബന്ധിച്ചിടത്തോളം ഈ 2 മാസം എന്നുള്ളത് വളരെ ക്രിട്ടിക്കലാണ്. പക്ഷെ ആ ക്രിട്ടിക്കലായ സമയത്ത് അവർക്ക് അതിനുവേണ്ടി ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളത്. നമ്മൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്? 2 മാസം നമ്മൾ ബോർഡ് എക്സാമിന് വേണ്ടി കഷ്ടപ്പെടുന്നു. ഓരോ എക്സാം തമ്മിൽ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഇനി CBSE ആവട്ടെ സ്റ്റേറ്റ് ആവട്ടെ ആ എക്സാംസ് തമ്മിൽ ഒരാഴ്ചയുടെ ഒക്കെ ഒരു ഗ്യാപ്പ് ഇടുന്നു. ഇതിന്റെ ആക്ച്വലി ആവശ്യമുണ്ടോ? ഞാനിത് പറയുമ്പോൾ ചില കുട്ടികൾക്ക് പറ്റിക്കോണമെന്നില്ല, പക്ഷെ ഇത് ആക്ച്വലി നിങ്ങളുടെ സമയം തന്നെയാണ് കവർന്നെടുക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരാഴ്ച ഇപ്പൊ മാത്സ് പോലത്തെ എക്സാമിന് ഒരാഴ്ചയുടെ ഗ്യാപ്പ് ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ആക്ച്വലി ചിന്തിക്കേണ്ടതാണ്, റൈറ്റ്? അപ്പൊ ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൗണ്ടർ പ്രൊഡക്റ്റീവ് ആണ്. അവര് ഇപ്പൊ നമ്മുടെ നല്ലൊരു കുട്ടിക്ക് ഒരു ഈ ഒരു 7 ദിവസം കിട്ടുകയാണെങ്കിൽ അവന് ജെഇക്ക് എത്രയോ നന്നായി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഈ ഒരു നമ്മൾ ആലോചിച്ചൊക്കെ ജെഇ ഒരു എക്സാമിന്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ഇതൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്നത്. മാത്രമല്ല ഇങ്ങനത്തെ ഒരു എക്സാം സമ്പ്രദായം ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. ഇങ്ങനെ ഒരു 1-2 മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു എക്സാം സമ്പ്രദായം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത്. കാരണം നമ്മൾ മോഡൽ എക്സാം നടത്തുന്നത്, മോഡൽ എക്സാം നടത്തി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത്രയും കുട്ടികൾക്ക് ഗ്യാപ്പ് കൊടുക്കുന്നത്. ഈ ഗ്യാപ്പ് കൊടുക്കുന്ന സമയം കുട്ടികൾക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? കുട്ടികൾ തന്നെയാണ് കമന്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അത്രത്തോളം പ്രൊഡക്റ്റീവായിട്ട് ഒരാഴ്ചയൊക്കെ ഗ്യാപ്പ് എക്സാമിന്റെ ഇടയിലുണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? അതോ മാക്സിമം 2 or 3 days കിട്ടുകയാണെങ്കിൽ വിൽ യു ബി ഹാപ്പി? കാരണം ഒരു 6 എക്സാമും ഒരു 3 days ഗ്യാപ്പിൽ നടത്തിയതിനെ 15 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ എക്സാം തീർക്കാൻ പറ്റും, റൈറ്റ്? 3 ദിവസം ഗ്യാപ്പ് കൊടുത്താൽ തന്നെ 15 ദിവസം കൊണ്ട് നമുക്ക് ഈസിലി എക്സാം തീർക്കാൻ പറ്റും. ഇത് അവർക്ക് പ്രൊഡക്റ്റീവ് ആണോ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആണോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ CBSEക്കാർക്ക് ഒരു ഗുണമുള്ളത് ഇതിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു മാത്സ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ആസ്പിറന്റ് ആണെങ്കിൽ മാർച്ചിലെ മാത്സ് കഴിഞ്ഞാൽ പിന്നെ 20-23 days അവർക്ക് ഈസിലി ജെഇക്ക് പ്രിപ്പയർ ചെയ്യാൻ കിട്ടുന്നുള്ളതാണ്. സ്റ്റേറ്റ് സിലബസ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതും കിട്ടുന്നില്ല. എന്നാലും ഇവർക്ക് കുറേ ടെൻഷൻ ഉണ്ടാവും, ഇംഗ്ലീഷും മറ്റ് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ വരുന്നത് കൊണ്ട്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൗണ്ടർ പ്രൊഡക്റ്റീവ് ആണ്. ഇപ്പൊ ഞാനൊക്കെ IIT പഠിക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എൻ സെമസ്റ്റർ എക്സാം വരും. എൻ സെമസ്റ്റർ എക്സാം വരുമ്പോൾ ഓരോ എക്സാമിൻ്റെ ഇടയിൽ ലീവ് അതൊന്നുമില്ല. നമ്മൾ എക്സാമിന് പ്രിപ്പയർഡ് ആയി പോകണം, അത്രേ ഉള്ളൂ. എവിടെ ആയാലും നിങ്ങൾ ഏത് കോളേജിൽ പോകണമെങ്കിലും എവിടെ പോകണമെന്നുണ്ടെങ്കിലും എക്സാമിന് പ്രിപ്പയർഡ് ആയി പോകണം. അതിനുവേണ്ടി നമ്മൾ എന്താണോ മുൻപ് നമുക്കൊരു വർഷം ഉണ്ടല്ലോ, അല്ലാതെ ആ 1 മാസം 1.5 മാസം അല്ലല്ലോ. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു എക്സാം ഷെഡ്യൂളിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം ഇതൊരിക്കലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്റ്റീവ് അല്ല. ഞാനൊക്കെ അത് അനുഭവിച്ചതാണ്. നേരെ മറിച്ച് കുട്ടികൾക്ക് കുറച്ചുകൂടി സമയം അവരുടെ ഒരു ഫ്യൂച്ചറിന് അവരിഞ്ഞ് ഇനി ജെഇ അല്ല നീറ്റ് അല്ല CUT എഴുതേണ്ടി വരും, അല്ലെങ്കിൽ IP MAT എഴുതേണ്ടി വരും, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതേണ്ടി വരും, എന്തെങ്കിലുമൊക്കെ എക്സാം അവർ എഴുതേണ്ടി വരുമല്ലോ. ആ എക്സാമിന് വേണ്ടിയിട്ട് അവർക്ക് കുറച്ചുകൂടി സമയം അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്കിൽ നമ്മുടെ കുട്ടികൾ അതിന്റെ കൂടെ തന്നെ ഇത് കിട്ടിപ്പോകും. ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റിങ്ങിലോട്ടൊക്കെ പോയി ഒരുപാട് സമയം അവരെ സംബന്ധിച്ചിടത്തോളം മെനക്കെടുത്തേണ്ടി വരും. അവരെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് ഷോട്ട് +2 നന്നായി പഠിച്ചു കഴിഞ്ഞ് നല്ല ബേസ് ഉണ്ടാക്കി പിന്നെ ഒരു 20 days 30 days ഇതിനു വേണ്ടി മാത്രം അവർ നന്നായിട്ട് സ്പെൻഡ് ചെയ്താൽ അവർക്ക് നന്നായി ഫസ്റ്റ് ചാൻസിൽ തന്നെ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തോന്നിയ കാര്യം. മാത്രമല്ല എന്തൊരു മെസ്സേജിങ് ആണ് ഇതൊക്കെ നമ്മൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൊടുക്കുന്നത്. ലാസ്റ്റ് എക്സാമിന് എന്തായാലും ഒരാഴ്ച ലീവ് ഉണ്ട്, അല്ലെങ്കിൽ 4-5 ദിവസം ലീവ് കിട്ടും. ആ സമയത്ത് ലാസ്റ്റ് എന്തെങ്കിലും ലൈവ് ക്ലാസ് കണ്ടാൽ മതി, അല്ലെങ്കിൽ ആ ലാസ്റ്റ് സമയത്ത് പഠിച്ചാൽ മതി എന്നുള്ളൊരു മെസ്സേജിങ് അല്ലേ കൊടുക്കുന്നത്. ഇത് കുട്ടികൾക്ക് ആക്ച്വലി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജിങ് ആണോ കൊടുക്കുന്നത്? നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത്. എന്റെ അഭിപ്രായം ഒരിക്കലും അല്ല എന്നുള്ളതാണ്. അപ്പൊ കുട്ടികളെ നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയാ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ എക്സാംസ് വരാനുണ്ട്, ഈ എക്സാംസ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ക്രിട്ടിക്കൽ, അത് പുതുതായിട്ടുള്ള കാര്യമല്ലോ. പക്ഷെ ഇതൊക്കെ അറിഞ്ഞിട്ടും നമ്മൾ ഇങ്ങനെ അശാസ്ത്രീയമായി കുട്ടികളൊരു സെന്റർ പോയിന്റ് ആയി പരിഗണിക്കാതെ നമ്മൾ ഇത്തരം രീതിയിൽ ബോർഡ് എക്സാംസ് എസ്പെഷ്യലി ഷെഡ്യൂൾ ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായം എന്നുള്ളത്. അത് നിങ്ങളോട് പങ്കുവെക്കണം എന്ന് തോന്നി, അത് പങ്കുവെക്കുന്നു. ഇതിനെതിരെ നമ്മൾ ശക്തമായിട്ട് നമ്മൾ കുറച്ചൊക്കെ ശബ്ദം ഉയർത്തേണ്ടതുണ്ട്. ഇത്തരം എക്സാം പ്രാക്ടീസസിനെതിരെ, എക്സാംസ് തന്നെ ഒരു വലിയൊരു മഹോത്സവമായിട്ട് ഒരു വലിയൊരു പൂരമായിട്ട് മാറുന്നതിനെതിരെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എക്സാംസ് വളരെ സൈലന്റ്ലി ആ സമയത്ത് അത് നടക്കുക, അതിനെ പ്രിപ്പയർ ചെയ്യാൻ അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഷെഡ്യൂൾ കാര്യങ്ങളൊക്കെ കൊടുക്കുക, അത് പ്രിപ്പയർ ചെയ്യാനുള്ള സമയവും അവർക്ക് കൊടുക്കുക എന്നുള്ളതിലപ്പുറം 1 ആഴ്ച 2 ആഴ്ചയൊക്കെ ഗ്യാപ്പ് ഇട്ട് 1 മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന എക്സാം നടത്തുമ്പോൾ അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൗണ്ടർ പ്രൊഡക്റ്റീവ്
ഇൻഫോർമേറ്റീവ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. XY ഫൗണ്ടേഷൻ പ്രോഗ്രാം 6 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരുടെ ചെറിയ കുട്ടികൾ ഈ ക്ലാസ്സുകളിൽ പഠിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ നിങ്ങളുടെ സിബ്ലിങ്സോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നേരത്തെ ഇത്തരം എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാവുന്ന ഒരു അവന്യൂ ആണ് IITiansഉം ഡോക്ടേഴ്സും ലീഡ് ചെയ്യുന്ന XY ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്നുള്ളത്. എൻക്വയറി ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇതിന്റെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ താങ്ക്സ് ലോട്ട്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.